ഹലോ, ബിൽഡ് യുവർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. RRB എക്സാം സീരീസ് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതുവരെ ചെയ്ത വീഡിയോസിനെ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്കും നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് റീസണിങ് ആണ്. ഓക്കെ, അപ്പം ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ റീസണിങ്ങിൽ ഒരു 10 ടൈപ്പ് ഓഫ് 10 പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെപ്പോലെ ഈ വീഡിയോസ് യൂസ്ഫുൾ ആകും എന്ന് തോന്നുന്നവർക്ക് ഇതൊന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, select the number from the given options that will replace the question mark in the given series. ഈ question മാർക്കിൻ്റെ അവിടെ ഏത് നമ്പർ ആയിരിക്കും എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നോക്കിയേ, സെക്കൻഡ് ടേം എന്താണ്? ഫസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ ആണ് അല്ലേ? ലൈക്ക് ഇത് എത്രാമത്തെ ടേം ആണ്? ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ ഫോർത്ത് ടേമിൻ്റെ സ്ക്വയർ ആണ്. 6, 7, 8. എയ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ സെവൻത്ത് ടേമിൻ്റെ സ്ക്വയർ ആണ്. ഓൾസോ 11th ടേം എന്താണ്? 10th ടേമിൻ്റെ സ്ക്വയർ ആണ് അല്ലേ? അത് നമുക്ക് മനസ്സിലായി അല്ലേ? ഇനി അടുത്ത പാറ്റേൺ എന്താണ്? അടുത്ത പാറ്റേൺ അതാണ് ഒരു പാറ്റേൺ ഫോളോ ചെയ്തിരിക്കുന്നത്. ഇനിയുള്ളത് ഏതാണ്? ഈ ഇടയിലുള്ള നമ്പേഴ്സിൻ്റെ എന്താണ് റിലേഷൻ എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത് അല്ലേ? അപ്പോൾ തേർഡ് ടേം നോക്കിയേ, തേർഡ് ടേം എന്താണ്? തേർഡ് ടേം 3 ആണ്. അത് കഴിഞ്ഞ് പിന്നെ 6, അത് എത്രാമത്തെ ടേമാണ്? സിക്സ്ത് ടേം ആണ്. അതെന്താണ്? 3 + 3 ആണ്. ദെൻ അടുത്തത് ഏതാണ്? 7, 8, 9th ടേം ആണ്. 9th ടേം എന്താണ്? 6 + 4 ആയിരിക്കാം. കാരണം 6 + 3 എന്താ വന്നത്? ഇതാണ് വന്നത്. അപ്പം മേ ബി അതെന്തായിരിക്കും? ഇവിടെ എന്താ വന്നത് നമുക്ക്? 3 + 3. അപ്പം ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇനി എന്താ വരേണ്ടത്? സ്ക്വയർ കഴിഞ്ഞിട്ടുള്ള രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ വരുന്ന ആൻസർ ആയിരിക്കണം ഇവിടെ വരേണ്ടത്. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ ഇറ്റ് മേ ബി എന്തായിരിക്കും? 6 + 4 ആയിരിക്കാം. ആണോ എന്ന് കൺഫർമേഷൻ നമ്മൾ എങ്ങനെയാ കൊടുക്കുക? ഇവിടെ 10 ആണെങ്കിൽ അടുത്ത നമ്പർ എന്തായിരിക്കും? ഈ നമ്പർ എന്തായിരിക്കും? ഇത് രണ്ടെണ്ണവും പ്ലസ് ചെയ്യുന്നതാണ്. അപ്പം എന്താണ്? അത് 10 ആണെങ്കിൽ ഇറ്റ് വിൽ ബി 10 + 5 which is 15. So the answer is 10. ഓക്കെ, അപ്പം അതെങ്ങനെയാണെന്ന് മനസ്സിലായോ? ഈ ഒരു ടേം എന്ന് പറഞ്ഞാൽ തേർഡ് ടേം എന്താണ്? തേർഡ് ടേം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് തേർഡ് ടേം 3 ആണ്. അത് കഴിഞ്ഞ് സിക്സ്ത് ടേം എങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്? തേർഡ് + 4th ആണ്. ഓക്കെ, ദെൻ അടുത്തത് 9th ടേം എങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്? സിക്സ്ത് + എന്താണ്? സിക്സ്ത് + 7th. അങ്ങനെയാണ് ചെയ്തു പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു മെത്തേഡ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പിക്ക് ദ ഓഡ് വൺ ഔട്ട്. ഇതിനകത്ത് ഓഡ് വൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈസ്റ്റേൺ റെയിൽവേ, വെസ്റ്റേൺ റെയിൽവേ, ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ, വെസ്റ്റ് കോസ്റ്റ് റെയിൽവേ. ആൻസർ വെസ്റ്റ് കോസ്റ്റ് റെയിൽവേ ആണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസ്റ്റേൺ റെയിൽവേ, വെസ്റ്റേൺ റെയിൽവേ, ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ എന്നൊക്കെ എന്താണ്? റെയിൽവേ സോണാണ്. പക്ഷെ വെസ്റ്റ് കോസ്റ്റ് റെയിൽവേ എന്ന് പറഞ്ഞിട്ട് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഇന്ത്യൻ റെയിൽവേ സോണ് ഇല്ല. ഓക്കെ, സോ അതാണ് ഓഡ് വൺ ഔട്ട്. അടുത്തത്, സി ഈസ് ദ സിസ്റ്റർ ഓഫ് എഫ്. ഓക്കെ, അപ്പൊ സി എന്താണ്? എഫിന്റെ സിസ്റ്റർ ആണ്. ഇപ്പം സി ഫീമെയിൽ ആണെന്ന് മനസ്സിലായി. എ ഈസ് ദ ഫാദർ ഓഫ് ബി, ഹസ്ബൻഡ് ഓഫ് ഇ ആൻഡ് ഓൺലി സൺ ഓഫ് ഡി. ഡി ഈസ് ദ പറ്റേണൽ ഗ്രാൻഡ് ഫാദർ ഓഫ് എഫ്. ഓക്കെ, അപ്പൊ എഫിന്റെ പറ്റേണൽ ഗ്രാൻഡ് ഫാദർ ആണ് ആര്? എഫ് എന്ന്, ഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഡി എന്താണ്? എയുടെ ഡിയുടെ ഓൺലി സണ്ണാണ് എ എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പോൾ എഫിന്റെ ഫാദർ ആരായിരിക്കും? ഡി ആയിരിക്കും. ദെൻ ഡിയുടെ എഫിന്റെ ഫാദർ എ ആയിരിക്കും. കാരണം ദാ ഇവിടെ നോക്ക്, ഡി ഈസ് ദ പറ്റേണൽ ഗ്രാൻഡ് ഫാദർ ഓഫ് എഫ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഡി എന്താണ്? ഡിയുടെ ഒരേ ഒരു സണ്ണാണ് എ. അപ്പൊ എഫിന്റെ അച്ഛനാണ് എ എന്ന് പറയുന്നത്, അവരുടെ അച്ഛനാണ് ഡി. ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്? ഫാദർ ഓഫ് ബി, എ ഈസ് ദ ഫാദർ ഓഫ് ബി.
അല്ലെ, ബിയുടെ കൂടെ ഫാദർ ആണ് എ. അപ്പൊ ഇവിടെ എന്തുണ്ട്, ഒരു ബിയും കൂടെ ഉണ്ട്. ഹസ്ബൻഡ് ഓഫ് ഇ, അപ്പൊ എ എന്താണ്, എയുടെ വൈഫാണ് ഇ. ഓക്കെ, അപ്പം ഇത്ര. എ ഡസ് നോട്ട് ഹാവ് എനി അതർ സിസ്റ്റേഴ്സ്, എക്ക് വേറെ സിസ്റ്റേഴ്സ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ചിൽഡ്രൻ ഡസ് എ ഹാവ്? അപ്പം എക്ക് എത്ര കുട്ടികൾ ഉണ്ടെന്നാ ചോദിച്ചിരിക്കുന്നത്? 3 കുട്ടികളാണ് ഉള്ളത്. ആരൊക്കെയാണ്? എഫ്, സി, ബി. ഓക്കെ, അപ്പൊ അത് നമ്മൾ ബ്ലഡ് റിലേഷൻസ് വെച്ചിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത്, പിക്ക് ദ ഓഡ് വൺ ഔട്ട്. കാഠ്മണ്ഡു, തിംഫു, കറാച്ചി, ധാക്ക. ഓഡ് വൺ കറാച്ചിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാഠ്മണ്ഡു, തിംഫു, ധാക്ക ഒക്കെ എന്താണ്, ഓരോ രാജ്യങ്ങളുടെ ക്യാപിറ്റൽ സിറ്റിയാണ്. കാഠ്മണ്ഡു നേപ്പാളിന്റെ ക്യാപിറ്റൽ ആണ്, ഭൂട്ടാന്റെ ക്യാപിറ്റൽ ആണ് തിംഫു, ബംഗ്ലാദേശിന്റെ ക്യാപിറ്റൽ ആണ് ധാക്ക. ഓക്കെ, കറാച്ചി പാകിസ്ഥാനിലെ ഒരു മേജർ സിറ്റി ആണ്, പക്ഷെ ക്യാപിറ്റൽ സിറ്റി അല്ല. പാകിസ്ഥാന്റെ ക്യാപിറ്റൽ എന്താണ്? ഇസ്ലാമാബാദ് ആണ് പാകിസ്ഥാന്റെ ക്യാപിറ്റൽ സിറ്റി. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത് സ്റ്റേറ്റ്മെന്റ്സും കൺക്ലൂഷനുമാണ്. ഓൾ ബോയ്സ് ആർ ഷെഫ്. അപ്പൊ എന്താണ്, എല്ലാ ബോയ്സും എന്താണ്, ഷെഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾ ഷെഫ്സ് ആർ വില്ലേജേഴ്സ്. എല്ലാ ഷെഫും എന്താണ്, വില്ലേജേഴ്സ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാ ബോയ്സും വില്ലേജേഴ്സ് ആണ്. ശരിയാണ് അല്ലെ, എല്ലാ ബോയ്സും ഷെഫും, എല്ലാ ഷെഫും വില്ലേജേഴ്സും ആണ്. അപ്പൊ എല്ലാ ബോയ്സും വില്ലേജേഴ്സ് ആണ്. ഓൾ ഷെഫ്സ് ആർ ബോയ്സ്. ഉറപ്പൊന്നുമില്ല അല്ലെ, കാരണം ഇവിടെ ബാലൻസ് ഉണ്ട് ഷെഫിന്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? കൺക്ലൂഷൻ 1 മാത്രമേ ഫോളോ ചെയ്യുള്ളൂ എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ദ റെസ്റ്റ്. ഇതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ളത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ളത് ഡയലോഗാണ്. കാരണം എന്താണ്, ബാർക്ക് എന്താണ്, ഡോഗ് ഉണ്ടാക്കുന്ന സൗണ്ട് ആണ്. ബ്രേ എന്താണ്, ഡോങ്കി ഉണ്ടാക്കുന്ന സൗണ്ട് ആണ്. ആൻഡ് റോർ എന്താണ്, ലയൺ അല്ലെങ്കിൽ ലാർജ് കാറ്റ് ഇവരൊക്കെ ഉണ്ടാക്കുന്ന സൗണ്ട് ആണ് റോർ എന്ന് പറയുന്നത്. ഓക്കെ, ഡയലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൗണ്ട് അല്ല, അതൊരു വേ ഓഫ് ടോക്ക് അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ്, കോൺവെർസേഷൻ, അതൊക്കെയാണ് ഡയലോഗ്. സോ സൗണ്ട് അല്ലാത്തത് കൊണ്ടാണ് ഡയലോഗ് ഡിഫറെന്റ് ആവുന്നത്. ഓക്കെ, അടുത്തത് 8 people namely A, B, C, D, E, F, G and H are sitting around a dining table. D is the, okay, അപ്പോൾ ഒരു ഡൈനിങ് ടേബിൾ ചുറ്റും അവർ ഇരിക്കുന്നുണ്ട്. D is the brother of E. അപ്പോൾ ഡിയും ഇയും എന്താണ്, ബ്രദേഴ്സ് ആണ്. ഓക്കെ, D is the brother of E എന്ന് പറയുമ്പോൾ D മെയിൽ ആണെന്ന് മനസ്സിലായി. G's wife ഈസ് എഫ്. ജിയുടെ വൈഫ് എഫ് ആണ്. ഓക്കെ, അത് അവിടെ ഇരിക്കട്ടെ. ബി ഈസ് എസ് വൈഫ്, അതും അവിടെ ഇരിക്കട്ടെ. സി ഈസ് മാരീഡ് ടു എച്ച്. എ ഈസ് സി's ബ്രദർ. എഫ് ഈസ് ദ ഫാദർ ഇൻ ലോ ഓഫ് ബി. സി ഈസ് ദ ഫാദർ ഓഫ് ഹിസ് ഓൺലി സൺ ഡി. ഹൗ ഈസ് സി ഈസ് ദ ഫാദർ ഓഫ് ഹിസ് ഓൺലി സൺ ഡി. അപ്പൊ ഡിയുടെ അച്ഛനാണ് സി എന്ന് മനസ്സിലായി. അപ്പൊ ഇവരുടെ അച്ഛനാണ് സി. ഓക്കെ, അപ്പൊ അച്ഛൻ എന്ന് പറയുമ്പോൾ മെയിലാണ്, അത് നമ്മൾ കൊടുത്തു. ഇനി എന്താണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്, എ ഈസ് സി's ബ്രദർ. സിയുടെ ബ്രദർ ആണ് എ. അപ്പോൾ ഇത് ഒരു എന്താണ്, മെയിൽ ആണെന്ന് മനസ്സിലായി. ഇനി എന്താണ്, സി ഈസ് മാരീഡ് ടു എച്ച്. സിയുടെ ഭാര്യയാണ് എച്ച് എന്ന് പറയുന്നത്. എച്ച് ഒരു ഫീമെയിൽ ആണെന്നും മനസ്സിലായി. ഇനി എന്താണ്, ബി ഈസ് എസ് വൈഫ്. ഓക്കെ, അതല്ലാണ്ട് ഇനി നമുക്ക് പിന്നെ എന്താ ഉള്ളത്, ബി ഈസ് എസ് വൈഫ്. എയുടെ വൈഫാണ് ബി. ഓക്കെ, അപ്പോൾ അതും എന്താണ്, ഒരു ഫീമെയിൽ ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി എന്താ നമുക്ക് തന്നിരിക്കുന്നത്, എഫ് ഇസ് ദ ഫാദർ ഇൻ ലോ ഓഫ് ബി. അപ്പൊ ബിയുടെ ഫാദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെയും അച്ഛനാണ് ആര്, എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഫാദർ ഇൻ ലോ എന്ന് പറയുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും അച്ഛനാണ്. അത് കിട്ടി. ജി's വൈഫ് ഈസ് എഫ്. ഓക്കെ, ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ജി ഈസ് എഫ്സ് വൈഫ് എന്നാണ് വരിക. ഓക്കെ, അപ്പൊ ജി എന്താണ്, ജി ഫീമെയിൽ ആണ്, എഫ് മെയിൽ ആണ്. അപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് എന്ത് കിട്ടി, എല്ലാ കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് എയും ഡിയും തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിയുടെ ഫാദർ ആണ് സി, സിയുടെ ബ്രദർ ആണ് എ. അങ്ങനെയാണെങ്കിൽ
എന്താണ്? പറ്റേണൽ അങ്കിൾ ആണ്, അല്ലെ? ഡിയുടെ അച്ഛന്റെ സഹോദരനാണ് എ. സോ പറ്റേണൽ അങ്കിൾ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കൺവേർഷൻ പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്തത്, സിതേഷ് ആൻഡ് സുരേഷ് ആർ മറ്റേണൽ കസിൻസ്. ദ മദർ ഓഫ്, അപ്പം സിതേഷ്, സുരേഷ്, ഓക്കെ അവിടെ ഇരിക്കട്ടെ. ദ മദർ ഓഫ് സുരേഷ്, സുരേഷിന്റെ അമ്മയുടെ പേരെന്താണ്? ഗീത. ഗീതയ്ക്ക് ഒരു മകള് കൂടുണ്ട്, അതായത് സുരേഷിന്റെ സിസ്റ്റർ ആണ് സമീക്ഷ. ഓക്കെ, സമീക്ഷ സിസ്റ്റർ ആണ്. അഞ്ജലി ഈസ് സമീക്ഷാസ് പറ്റേണൽ ആന്റ്. അഞ്ജലി എന്ന് പറഞ്ഞാൽ സമീക്ഷയുടെ അച്ഛൻ, സമീക്ഷയുടെ ഫാദറിന്റെ വൈഫാണ് ആര്? അഞ്ജലി. ഓക്കെ, അല്ലെങ്കിൽ ഫാദറിന്റെ സിസ്റ്റർ ആണ് അഞ്ജലി. ഹൗ ഇസ് അഞ്ജലി റിലേറ്റഡ് ടു ഗീത? അഞ്ജലിയും ഗീതയും തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ദേ ആർ ഹസ്ബൻഡ്സ് സിസ്റ്റർ, അല്ലെ? അതായത് അവരെന്താണ്? സിസ്റ്റർ ഇൻ ലോസ് ആണ്. അപ്പൊ ഹസ്ബൻഡിന്റെ സിസ്റ്റർ ആണ് അഞ്ജലി. ഓക്കെ, അപ്പൊ സിസ്റ്റർ ആണ് അഞ്ജലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ എ കോഡ് ലാംഗ്വേജ് ഷിഫ്റ്റ് ഈസ് റിട്ടൺ ആസ്, ഓക്കെ, ഷിഫ്റ്റ് SHIFT. ഷിഫ്റ്റ് എന്ന് വെച്ചാൽ VKLIW. ഓക്കെ, അപ്പൊ എന്താണ്? എസ് കഴിഞ്ഞ് നമുക്ക് എങ്ങനെയാ വരിക? എസ് കഴിഞ്ഞ് STUV, അല്ലെ? STU കഴിഞ്ഞ് V വരും. H ആണെങ്കിൽ IJ കഴിഞ്ഞ് K വരും. I ആണെങ്കിൽ JKL, GHI, TUVW. അപ്പൊ രണ്ടെണ്ണമാണ് താഴേക്ക് വരുന്നത്. ലൈക്ക് ദ സെയിം ലിഫ്റ്റും എന്ത് തന്നെയാണ്? അത് തന്നെയാണ് വരുന്നത്. LMNO, IJKL, FGHI, TUVW. അങ്ങനെയാണെങ്കിൽ ജോബ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. J കഴിഞ്ഞ KLM, നമുക്ക് M കിട്ടിയാൽ തന്നെ ഇവിടെ ആൻസർ കിട്ടി. എന്നാലും വേണമെങ്കിൽ ഒന്നുകൂടെ ചെയ്യാം. OPQRBCDE, MRE ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഇഫ് FHB is equal to 36, FHB എങ്ങനെയാ വരുന്നത്? F എന്ന് വെച്ചാൽ 6th ലെറ്റർ ആണ്, അല്ലെ? F 6 ആണ്. 6ന്റെ സ്ക്വയർ എന്താണ്? 36 ആണ്. H എന്താണ്? 8th ലെറ്റർ ആണ്. 8ന്റെ സ്ക്വയർ 64 ആണ്. B 2 ആണ്. 2ന്റെ സ്ക്വയർ 4 ആണ്. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡാഗ് എന്തായിരിക്കും? D എന്താ? 4 ആണ്. 4 സ്ക്വയർ എന്താ? 16 ആണ്. A 1 ആണ്. 1 സ്ക്വയർ നമുക്ക് ആൻസർ കിട്ടി ഇപ്പൊ തന്നെ. 16149 ആയിരിക്കും ആൻസർ വരുന്നത്. എന്നാലും നമുക്ക് G കൂടെ നോക്കാം. 7 ആണ്. 7 സ്ക്വയർ 49 ആണ്. 16149 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും നേരം പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മളൊരു 10 പാറ്റേൺ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. റീസണിങ് എപ്പോൾ പഠിക്കുമ്പോഴും ഇങ്ങനെ തന്നെ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ഓരോ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ നമുക്ക് തന്നെ, ഒന്നാമത്തെ കാര്യം, നമുക്ക് ബോറടിക്കും. ഒരിക്കലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും വരാതെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ബോറടി എന്ന് പറയുന്നത്. ബോറടിച്ചു കഴിഞ്ഞാൽ, ബോറടിക്കുക ഇൻ ദ സെൻസ് ഞാൻ പറയുന്നത്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മടുക്കുന്ന കാര്യമല്ല, നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് പിന്നെ തിരിച്ച് റിപ്പീറ്റ് ചെയ്ത് വരാൻ തോന്നില്ല. നമ്മൾ ഇതൊക്കെ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നൊരു മൈൻഡൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ അങ്ങനെ വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതിനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഒരേ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പോകുന്നതിലും നല്ലത് മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കൂടെ കുറച്ച് ഫ്രഷ് ആയിട്ട് തോന്നും. ഒരേ പാറ്റേൺ ആകുമ്പോൾ നമുക്ക് ചെയ്ത് ബോറടിക്കാൻ തുടങ്ങും. മിക്സ്ഡ് ആകുമ്പോൾ എന്താണ്? പുതിയ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ വരും. അപ്പം നമുക്ക് അത് ചെയ്യാൻ ഇൻട്രസ്റ്റ് കൂടും. അങ്ങനെ എപ്പോഴും ഒരു മിക്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എടുത്ത് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും പഠിക്കാൻ നല്ലത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.